अग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे ശക്തമായ കാറ്റും നല്ല ചൂടുള്ള വെയിലും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ദിവസം നിളയുടെ തീരത്ത് വീണ്ടും നാം നമ്മുടെ ദിവസം ആരംഭിക്കുകയാണ്. നിളയുടെ തീരത്തുള്ള ഒരു ദേശത്തിൻ്റെ കഥ പറയുവാൻ, ആ ദേശത്തിലെ മഹാക്ഷേത്രങ്ങളെ അറിയുവാൻ നിലയിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ടാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും നിലയുടെ തീരത്ത് നിന്ന് നമ്മുടെ കാഴ്ചകൾ നാം ആരംഭിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ നിലയുടെ തീരത്ത് നിൽക്കുമ്പോൾ നിളയുടെ ദൂരം അല്ലെങ്കിൽ നിളയുടെ ദൂരം എത്രത്തോളം നീളത്തിനുള്ളതായാലും ആഴത്തിന് ഒരൊറ്റ പ്രദേശമേ ഉള്ളൂ അത്രേ. നിളയ്ക്ക് ഏറ്റവും ആഴം കൂടുതലുള്ളത് കണ്ണന്നൂർ കയത്തിലാണെന്ന് പറയും. ആ കണ്ണന്നൂർ കയത്തെ നോക്കിക്കൊണ്ടാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. ഏതാണ്ട് 6-7 ആളോളം അടി, 20 അടിയോളം താഴ്ചയുണ്ടായിരുന്നു കണ്ണന്നൂർ കയം. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ. ആചാരത്തിന്റെ അടിത്തറ പ്രേമമാകണം. വെറുതെ ചടങ്ങിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിൽ അർത്ഥമില്ല. എന്ത് ചെയ്യുന്നതും വിനയത്തോടും ഭക്തിയോടും ശുദ്ധിസങ്കല്പത്തോടും കൂടിയായിരിക്കണം. അച്ചടക്കമുണ്ടാകണമെങ്കിൽ വിനയവും കീഴ്വഴക്കവും വേണം. അമ്മയുടെ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. സർക്കസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്.
സർക്കിൾസ്. വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് നാം ഒരു കണ്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കണ്ടത്തിന് പേര് പട്ടിണിക്കണ്ടം അഥവാ പട്ടിണിപ്പുര എന്നാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു പേര്? പട്ടിണിപ്പുര എന്ന കണ്ടം ഇന്നും കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ ചുറ്റുവട്ടത്താകെ കൃഷിഭൂമികളാണ്. പക്ഷേ ഈ ഒരു കണ്ടം മാത്രം കാട് പിടിച്ച് കിടക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ചരിത്ര സത്യമുണ്ടാകും? അതിന് നമുക്കൊരു ദേശസഞ്ചാരത്തിൻ്റെ കഥ പറയേണ്ടി വരും. തൃശ്ശൂരിലെ ഊരകത്ത് അമ്മത്തെരുവടിയെ ആരാധിച്ചു കഴിഞ്ഞിരുന്ന ബ്രാഹ്മണർ, ഏതാണ്ട് 32 ബ്രാഹ്മണ കുടുംബങ്ങൾ ഒരു കാലത്ത് സ്വരൂപവുമായി എന്തോ ഒരു ചർച്ചക്കേടുകൾ വരികയും അവിടെ നിന്ന് പിണങ്ങി ഊരകത്ത് നിന്ന് യാത്ര പുറപ്പെടുകയും ചെയ്തു. അവർ നിളാനദിയുടെ തീരത്തെ ഏറ്റവും മനോഹരമായ പ്രദേശമായ, അല്ലെങ്കിൽ നിളാനദിക്ക് ഏറ്റവും ആഴമുള്ള കണങ്ങൂർ കയത്തിനരികിലെത്തുകയും ഇവിടെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞ് ഈ കണ്ടത്തിലേക്ക് വന്ന് ഇരിക്കുകയും ചെയ്തു. ഈ കണ്ടത്തിൽ വന്നിരിക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് അറിവ് കിട്ടി അവരുടെ അമ്മയായ ഊരകത്തമ്മ തങ്ങളോടൊപ്പം കുടയിൽ കയറി വന്നു എന്ന്. ഇനി അമ്മയ്ക്ക് ഉചിതമായൊരു സ്ഥാനമുണ്ടാകണം. അതുമാത്രമല്ല, അമ്മയെ ആരാധിച്ച് കഴിയുവാൻ ഈ യാത്ര പുറപ്പെട്ടു വന്ന ഈ 32 ബ്രാഹ്മണ കുടുംബങ്ങൾക്കും ഒരു അഭയസ്ഥാനവും ഉണ്ടാകണം. അതിനുവേണ്ടി സാമൂതിരിയുടെ കീഴിലായിരുന്നു അപ്പോൾ ഈ ദേശമാകെ. സാമൂതിരിയെ തങ്ങളുടെ ആ ആവശ്യം അറിയിക്കുവാൻ അവർ മറ്റൊരു വഴിയും കണ്ടില്ല. സാമൂതിരിയുടെ ഈ വിഷമങ്ങൾക്ക് സാമൂതിരി ഒരു തീരുമാനമെടുക്കുന്നത് വരെ പട്ടിണിയിരിക്കാം, അല്ലെങ്കിൽ സത്യാഗ്രഹം ഇരിക്കാം എന്നാണ് അന്ന് അവർ തീരുമാനിച്ചത്. അവരെല്ലാവരും ഒത്തുചേർന്ന് ഈ കണ്ടത്തിലിരുന്നു. സാമൂതിരി ഏതാണ്ട് തീരുമാനമെടുക്കുവാൻ 3 ദിവസത്തോളം സമയമെടുത്തു. അത്രയും ദിവസം പട്ടിണി ഇരിക്കുകയും ചെയ്തു അവരിവിടെ. ഒടുവിൽ തീരുമാനമായത്, കണ്ണൻ്റെ ഊരായ ഈ ദേശത്ത് കണ്ണന് ഒരു ക്ഷേത്രഭൂമിയുണ്ട്, മഹാവിഷ്ണു സാന്നിധ്യമുള്ള ക്ഷേത്രഭൂമി. അവിടെ ഊരകത്തമ്മയെ പ്രതിഷ്ഠിക്കുവാനുള്ള അനുവാദം നൽകാമെന്നുള്ളതാണ്. അതുമാത്രമല്ല, അവർക്ക് ഇവിടെ പൂജകൾ ചെയ്ത് ജീവിക്കുവാനുള്ള ചുറ്റുപാടും നൽകാമെന്ന് സാമൂതിരി തീരുമാനിച്ചു. അങ്ങനെ അന്നത്തെ പട്ടിണി സമരം അവസാനിച്ചു. പട്ടിണി സമരം അവസാനിച്ചിട്ട് കാലമേറെയായി. അന്ന് ഇവിടേക്ക് വന്നവർ പിന്നെ ഇവിടുത്തെ നാട്ടുകാരായി ഇവിടുത്തെ പൂജാതി കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് നിന്നു. കണ്ണനൂർ ഭഗവതി ക്ഷേത്രമായി ക്ഷേത്രം മാറുകയും ചെയ്തു. കണ്ണൻ്റെ ക്ഷേത്രമായിരുന്ന ഭൂമി പിന്നീട് കണ്ണനൂർ ഭഗവതി ക്ഷേത്രമായി എന്ന് പറയുമ്പോൾ തന്നെ അന്ന് ഇവിടെ നിന്ന് വന്നവർ പിന്നീട് ഈ നാട്ടിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് മനസ്സിലാക്കുവാനാകുമല്ലോ. പക്ഷേ എല്ലാം കഴിഞ്ഞുവെങ്കിലും പട്ടിണിക്കണ്ടം മാത്രം ഇന്നും പട്ടിണിപ്പുര അഥവാ പട്ടിണിക്കണ്ടം എന്നുള്ള പേരിൽ തന്നെ തുടരുകയാണ്. പട്ടിണിക്കണ്ടം കണ്ട് ഇനി നമുക്ക് ക്ഷേത്രഭൂമിയിലേക്ക് പോകാം. പരമശിവനും പാർവതിയും കൂടി എവിടെയാണ് താമസിക്കുന്നത് എന്നൊരു ലഘുവായ ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പരമശിവനും പാർവതിക്കും താമസിക്കാൻ വീട് പണിതിട്ടില്ല എന്നുള്ളൊരു പ്രധാന കാര്യം. പക്ഷെ തത്വചിന്താപരമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അവർ താമസിക്കുന്നത് ചിന്താമണി ഗൃഹത്തിലാണ്. നമ്മുടെ ശരീരത്തിൽ പരമശിവനും പാർവതി എവിടെയാണ്? ശിരസിൽ. അങ്ങനെ വരുമ്പോൾ ഭാരതത്തിൽ എവിടെയായിട്ട് വരും? ഹിമാലയത്തിൽ. നമ്മുടെ ശരീരത്തിനകത്ത് മസ്തിഷ്കത്തിന് 2 ഭാഗമുണ്ട്, ഇടതു ഭാഗവും വലതു ഭാഗവും. ഒരു ഭാഗം പാർവതി, ഒരു ഭാഗം ശിവൻ. പാർവതി എന്ന് പറഞ്ഞാൽ പവർ, അതിൽ നിന്നാണ് പർവ്വതം എന്ന വാക്ക് വന്നത്. ശക്തിയാണ് പാർവതി. പക്ഷേ ഇവർ താമസിക്കുന്ന വീടിൻ്റെ പേരാണ് ചിന്താമണി ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിരസിനകത്ത് ഒരു ചിന്താമണി ഗ്രഹം ഉണ്ട്. അവിടെയാണ് ഈ ചിന്തകളൊക്കെ നടക്കുന്നത്. പല ചോദ്യവും നമ്മളോട് തന്നെ ചോദിക്കുന്നു, ഇപ്പുറത്തുനിന്ന് മറുപടി കിട്ടുന്നു. ആഗമങ്ങൾ, നിഗമങ്ങൾ എന്ന് പറയാറുണ്ട്. അങ്ങനെ ഞാൻ ചിന്തിച്ചൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നിത്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇത്തരം അർത്ഥകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പിന്നെ സാധാരണക്കാരെ ഒരു ചോദ്യം ചോദിക്കും, ശിവനും പാർവതിക്കും എന്താണ് ജോലി?
ശിവൻ നൃത്തം ചെയ്യുന്നു. അതിൻ്റെ പേര് താണ്ഡവം എന്ന്. പാർവതി നൃത്തം ചെയ്യുന്നു. അതിൻ്റെ പേര് ലാസ്യം എന്ന്. ഇവരിങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്താ ഇവർക്ക് ഈ നൃത്തം ചെയ്യല്ലാതെ വേറെ ജോലിയില്ലേ? ഉത്തരം, ഏത് വികാരത്തെയും അതിൻ്റെ മാക്സിമമായിട്ട് നമ്മൾ പറയുമ്പോൾ അത് നൃത്തമായി മാറും. വല്ലാതെ ക്ഷോഭം വന്നാൽ എന്ത് സംഭവിക്കും? നമ്മൾ നൃത്തം ചെയ്യുന്നത് കാണാം. ഞാൻ ആരാന്നാ വിചാരം എന്നും പറഞ്ഞു. വല്ലാതെ ദുഃഖം വന്നാലോ നെഞ്ഞത്തടിച്ച് ഏത് വികാരത്തിൻ്റെയും മാക്സിമം എന്ന് പറയുന്നത് നൃത്തമായതുകൊണ്ടാണ് അവർ നൃത്തം ചെയ്യുന്നു എന്ന് പറയുന്നത്. പ്രകൃതിയുടെ സ്വഭാവം. പിന്നെ ഒഴിവ് സമയത്ത് അവരെന്താ ചെയ്യുക? തുളസി മൂട്ടിൽ പുല്ല് പറിക്കലാണ് എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ഈ തുളസി ഇത്ര പ്രധാനപ്പെട്ടാണോ? ആ പുല്ലും ആവശ്യമല്ലേ? ആ പുല്ലും ഔഷധമല്ലേ? ശിവനും പാർവതിയും ഇത്ര ഒഴിവ് സമയത്ത് ഇതാണോ ചെയ്യുക? ഇതിൻ്റെ അർത്ഥം തുളസി എന്ന് പറയുന്നത് പോസിറ്റീവ്, ബാക്കി പുല്ലുകൾ നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവിനെ എടുത്തു മാറ്റി പോസിറ്റീവിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തുളസി മൂട്ടിൽ പുല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരർത്ഥവും ഉണ്ട്. ഇനി വ്യക്തി ജീവിതത്തിലൊരു കൗതുകത്തിലേക്ക് വരാൻ, വീടിൻ്റെ ഒരു ഭാഗത്ത് ധാരാളം വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട്. ഈ തുളസിയുടെ വിത്തുകളൊക്കെ അവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. മഴക്കാലത്ത് അവിടെ ചെറിയൊരു തുളസിക്കാടായിട്ട് മാറും. അപ്പോൾ അതിനിടയ്ക്ക് ബാക്കി പുല്ലുകളും വളരും. അപ്പോൾ ബാക്കി പുല്ലുകളും വളരുമ്പോൾ എൻ്റെ ഒഴിവ് സമയത്ത് ഞാൻ അവിടെ ചെന്ന് ഈ പുല്ലുകളിങ്ങനെ പറിച്ച് കളയും. അപ്പോൾ ക്രമേണ ഒഴിവ് സമയമൊക്കെ ജാസ്തി ആകുമ്പോൾ വെറുതെ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിലത്തെ പുല്ല് പറിക്കൽ ഒരു വിനോദമായി തീർന്നു. പക്ഷെ അങ്ങനെ അതിനകത്ത് യാതൊരു പുല്ലും ഇല്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കെ ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയം, അങ്ങനെ ഇരിക്കെ നോക്കുമ്പോൾ ചില കാണാം കാട്ടപ്പ തുടങ്ങിയ ചില ചെടികൾ വളർന്നിട്ട് അത് പുഷ്പിച്ച് നിൽക്കുന്നത് കാണാം. അപ്പം ദിവസേന ഇതിൻ്റെ ഒരു ഭാഗത്ത് പുല്ല് പറിച്ചിട്ടും കണ്ണിൽ പെടാതെ പല ചെടികളും വളർന്നിട്ട് അത് പുഷ്പിക്കുന്ന സ്റ്റേജിൽ വരെ എത്തിയിരിക്കുന്നു. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണപാഠമാണ്, നാം എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, നെഗറ്റീവും ഉണ്ടാവും, പോസിറ്റീവും ഉണ്ടാവും. പ്രകൃതി ഓരോന്നിന് വളരാനുള്ള സാഹചര്യവും ഉണ്ടാക്കും. മൂകാംബിയിലെ വനങ്ങളിൽ ഒരു ചക്കയുടെ ഒരംശം വളരുമ്പോഴേക്കും അത് വന്നിട്ട് കുരങ്ങന്മാർ പൊട്ടിച്ച് തിന്നും. പക്ഷെ അതേ സമയത്ത് കർക്കിടക മാസത്തിൽ പഴുത്ത ചക്ക തിന്നാനുള്ള സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുന്നു. കാരണം ഈ കുരങ്ങന്മാർ കാണാതെ പ്രകൃതി മാതാവ് സൂക്ഷിച്ചു വയ്ക്കുന്നു. കൊതു കടിക്കാതിരിക്കാനായിട്ട് എത്ര ശ്രമിച്ചാലും ഒരു കുട്ടിയെ ഒരു കൊതുകെങ്കിലും കടിച്ചിരിക്കും. കൊതുക് കടിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രതിരോധ ശക്തി കിട്ടില്ല. പ്രകൃതിയുടെ ഒരാവശ്യമാണ്
അതെ. അപ്പോൾ തുളസി മൂട്ടിലെ പുല്ല് പറിക്കുക എന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ എപ്പോഴും തുളസി മൂട്ടിലെ പുല്ല് പറിച്ചുകൊണ്ട് തുളസി മാത്രം അവിടെ ആവണ്ടേ? ഒരിക്കലും ഉണ്ടാവുകയില്ല. കാട്ടിൽ മുളങ്കമ്പ് വരുമ്പോഴേക്കേ ആനകളത് പൊട്ടിച്ച് തിന്നും. പക്ഷേ എന്നിട്ടും കാട്ടിൽ ധാരാളം മുളകൾ ഉണ്ടാകും. അപ്പോൾ പരമശിവനും പാർവതിയും ചിന്താമണി ഗൃഹത്തിൽ താമസിക്കുന്ന അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കൗതുകങ്ങൾ ചേർത്ത് ചിന്തിക്കാനുണ്ട് എന്ന് ആലോചിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. ഒഴുകുന്ന പുഴ, പുഴയിൽ നിന്നടിക്കുന്ന ശക്തമായ കാറ്റ്, ആ കാറ്റേറ്റുകൊണ്ട് എത്തുന്നത് ഒരു പട്ടിണി കണ്ടെത്തൽ. അതൊരു സമരത്തിൻ്റെ കഥയായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വയൽവരമ്പിലൂടെ യാത്ര തുടർന്ന ആൽവൃക്ഷങ്ങളാണ് നമ്മെ സ്വാഗതം ചെയ്യുക. 1, 2 എന്നിങ്ങനെ പാടവരമ്പത്ത് നിൽക്കുന്ന ആൽവൃക്ഷങ്ങൾ നയിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് നടന്നാൽ നമുക്ക് കണ്ണനൂർ ഭഗവതി ക്ഷേത്രം അങ്ങ് അകലെയായി കാണുവാനാകും. ഓടുമേഞ്ഞ ക്ഷേത്രം, ഗ്രാമക്ഷേത്രത്തിൻ്റെ ഐശ്വര്യമായി നിലകൊള്ളുന്ന കാഴ്ച പാടവരമ്പിലൂടെ കാണുമ്പോഴാണ് അതിന് ചൈതന്യമേറുന്നത്. ആ കാഴ്ച ഇവിടെ എന്താ അങ്ങ് അകലെ കാണുവാനാകുന്നുണ്ട്. അവിടേക്ക് ലക്ഷ്യം വെച്ച് യാത്ര പോകുമ്പോൾ ഊരകത്ത് നിന്ന് യാത്ര പുറപ്പെട്ടു വന്ന നമ്പൂതിരിമാർ എന്തിനവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു എന്നതിൻ്റെ കഥ അറിയണ്ടേ? സാധാരണ നമ്പൂതിരി സ്ത്രീകൾ വാഗപ്പൊടി തേച്ചാണ് കുളിക്കുക. നായർ സ്ത്രീകളാകട്ടെ ഇഞ്ച തേച്ചും കുളിക്കും. നായർ സ്ത്രീകൾ ഇഞ്ച തേച്ച് കുളിക്കുന്നത് 2 നമ്പൂതിരി യുവതികൾ കണ്ടുവെന്ന് അവർക്കും ആ ഇഞ്ചയുടെ വാസന ഇഷ്ടപ്പെട്ടിട്ട് ഇഞ്ച തേച്ച് കുളിച്ചാലോ എന്ന് തോന്നുകയും നായർ സ്ത്രീകൾ ഇഞ്ച കൊടുക്കുകയും ചെയ്തു. ഇഞ്ച തേച്ച് കുളി കഴിഞ്ഞ് മടങ്ങിപ്പോയ നമ്പൂതിരി സ്ത്രീകൾ ഈ ഒരു ഇഞ്ചയുടെ മണം വന്നപ്പോൾ അവർക്ക് ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയുണ്ടായി. അതായത് മറ്റൊരു അസന്മാർഗീയ മാർഗത്തിൽ നടന്നതിന് ശേഷമാണ് ഇവർ തിരിച്ചു വരുന്നത് എന്ന് അവർ കരുതുകയും അങ്ങനെ നമ്പൂതിരി സമുദായമാകെ അല്ലെങ്കിൽ ആ ഒരു സ്വരൂപമാകെ ഇവർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചു. ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ തന്നെ 2 യുവതികളും ഒരു കുളത്തിലേക്ക് കയറ് കെട്ടി താഴ്ത്തി ആത്മാഹൂതി ചെയ്യുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് 32 ബ്രാഹ്മണ കുടുംബങ്ങൾ സ്വരൂപമായി തർക്കിക്കുകയും അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് ഈ നാട് നീതി പെരുമാറാത്ത അല്ലെങ്കിൽ നീതി കണ്ടെത്താത്ത ഈ നാട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കരുതി ഈ ഒരു ദേശത്തേക്ക് വന്നത്. ഊരകത്ത് എന്നത് ഇന്നും തൃശ്ശൂരിലെ ഏറെ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ്. പെരുവനം ഗ്രാമത്തിൻ്റെ ഭാഗമാണത്. പെരുവനം ഗ്രാമക്കാരാണ് അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നത്. അവരോടൊപ്പം വന്നത് ഊരകത്ത് അമ്മ തിരുവടികൾ. തൃശ്ശൂരിലെ ഏത് ക്ഷേത്രഭൂമികളിലേക്ക് യാത്ര നടത്തിയാലും ഊരകത്തമ്മയുടെ നാമം ഒരിക്കലെങ്കിലും ഉരുവിടേണ്ടി വരും. അവിടുത്തെ ഉത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ വഴിപാടുകളെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ ദേവീ ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഊരകത്തമ്മയുടെ സാന്നിധ്യം അതിനോടൊപ്പം ഉണ്ടാകും. അത്രയ്ക്ക് ശക്തമായൊരു ദേവീഭാവമാണ്. ആ ദേവീഭാവമാണ് ഈ ബ്രാഹ്മണർക്കൊപ്പം ഓലക്കുടയിലേറി ഇവിടേക്ക് വന്നത്. കണ്ണൻ്റെ ഊര് എന്ന നാമത്തിൽ നിന്നാണ് നമ്മുടെ കണ്ണൂർ ജില്ലയ്ക്ക് ആ പേര് കിട്ടിയതെന്നും അല്ല കണ്ണൂർ മഹർഷി തപസ്സിരുന്നുകൊണ്ടാണ് എന്നുമൊക്കെ പല ചരിത്ര വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ഇവിടെ പാലക്കാട് ജില്ലയുടെ ഭാഗമായ കണ്ണന്നൂരിൽ എത്തുമ്പോൾ ഇതും കണ്ണൻ്റെ ദേശമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. മഹാവിഷ്ണു ചൈതന്യമാണ് ഇവിടെ കണ്ണനായി നിലകൊള്ളുന്നത്. വളരെ പഴക്കമുള്ള ക്ഷേത്രഭൂമിയും അതുതന്നെയാണ്. ഇവിടെ ആദ്യം മുതലേ കണ്ണൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ദേശത്തിന് അങ്ങനെ നാമം കിട്ടിയത്. ഇവിടെ കണ്ണൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നതിനോടൊപ്പം തന്നെ പരശുരാമ പ്രതിഷ്ഠിതമായ ദുർഗാഭാവവും ഉണ്ടായിരുന്നു അത്രേ. അതിനും ഒരു വലിയ ഐതിഹ്യമുണ്ട്. ഏറെ ഐശ്വര്യമുള്ള ദേശമായിരുന്നു ഇത്. ഭാരതപ്പുഴ അതിൻ്റെ മുഴുവൻ പോഷക സമൃദ്ധിയും ഇവിടേക്ക് നൽകുന്നുണ്ട്. ശുദ്ധമായ ജലം, അതിൻ്റെ ആരോഗ്യം,
പിന്നെ ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഔഷധക്കൂട്ടുകളുടെ എല്ലാം സ്വാധീനം, അതുണ്ടാക്കുന്ന ആരോഗ്യപരമായ അവസ്ഥ, കൃഷിക്കുള്ള ധന്യത, ആ വെള്ളത്തിൻ്റെ ആർദ്രത ഉള്ളത് കൊണ്ട് തന്നെ കൃഷിക്കുണ്ടാകുന്ന സമൃദ്ധി, ഇതൊക്കെ പൊതുവെ ജനങ്ങളെ ഒരല്പം അഹങ്കാരികളാക്കിയത്രേ. അഹങ്കാരികളാക്കുമ്പോൾ ഒപ്പം മടിയുമാക്കി. മടിയരായ കുറേ പേർ കർഷകരായിരുന്നവർ ഇവിടെ താമസിച്ചിരുന്നു. ഇത് കണ്ട പരശുരാമൻ ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ, ഒന്നുകൂടി ഇവർ ഊർജ്ജസ്വലരാകേണ്ടതുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയും അതിനു വേണ്ടിയിട്ടാണ് ദുർഗാദേവി ഇവിടെ പ്രതിഷ്ഠിച്ചതെന്നും പറയുന്നു. ദുർഗാദേവി ചൈതന്യം വന്നതോടുകൂടി രൗദ്രഭാവത്തിൻ്റെ ചില പേടിപ്പെടുത്തലുകൾ ഉണ്ടാവുകയും കൃഷിക്ക് ഈ ഒരു സമൃദ്ധമായ അവസ്ഥയും സുഖലോലുപതയും ഒക്കെ ഒന്ന് കുറയുകയും ചെയ്തപ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുകയും കൂടുതൽ ഊർജ്ജസ്വലരായി തങ്ങളുടെ കർമ്മങ്ങളിലേക്ക് ഇറങ്ങുകയും അപ്പോൾ രൗദ്രഭാവം പൂണ്ട ദേവി ശാന്തഭാവത്തിൽ ചിരിച്ച് വനദുർഗാഭാവത്തിൽ നിലകൊള്ളുകയും ചെയ്തു. അങ്ങനെ സൗമ്യഭാവമുള്ള ചിരിച്ചു നിൽക്കുന്ന ദേവീഭാവമാണ് ഇവിടെ നിലകൊള്ളുന്നത്. അപ്പോൾ കണ്ണൻ്റെ ക്ഷേത്രം ആദ്യമേ ഉണ്ടായിരുന്നു, ദുർഗാദേവി ക്ഷേത്രവും ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഊരകത്തമ്മയുടെ പ്രതിഷ്ഠ നടത്തപ്പെട്ടത്. ഊരകത്തമ്മ ഓലക്കുടയിൽ സാന്നിധ്യമായപ്പോൾ ഇനി തങ്ങളുടെ ദേശം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്പൂതിരിമാർ പട്ടിണി സമരം നടത്തുകയും പിന്നീട് സാമൂതിരി ഈ ദേശത്തിൻ്റെ അധികാരികളായിരുന്ന മൂസതുമാരോടുകൂടി തീരുമാനിച്ചുകൊണ്ട് ഇവിടുത്തെ കണനൂർ ക്ഷേത്രത്തിൽ പൂജ നടത്തുവാനും ദേവിയെ വെച്ച് ആരാധിക്കുവാനുമുള്ള സൗകര്യങ്ങൾ കൊടുക്കുകയും കണനൂർ ക്ഷേത്രത്തിൽ താമസിക്കുവാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു. അന്ന് മുതൽ ബ്രാഹ്മണർ ഈ ദേശക്കാരായി എന്ന് പറഞ്ഞുവല്ലോ. അന്ന് അവർ ഇവിടെ മഹാവിഷ്ണു സാന്നിധ്യവും ഒപ്പം തന്നെ ഒരു ദുർഗാദേവി സാന്നിധ്യവുമുള്ള ക്ഷേത്രഭൂമിയിൽ ഊരകത്തമ്മയുടെ സാന്നിധ്യം വെച്ച് ആരാധിച്ചു പോരുകയും പിന്നീട് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വാധീനം ഈ ഗ്രാമത്തിൽ ഏറി വരുന്നതിനനുസരിച്ച് തങ്ങളുടെ ദേവിക്ക് ഇവിടെ പ്രതിഷ്ഠയുണ്ടാകണമെന്നൊരു തീരുമാനമുണ്ടാവുകയും ചെയ്തു. അതിനുവേണ്ടി പഴയ ദുർഗാ വിഗ്രഹത്തെ ഇവിടെ നിന്ന് പിഴുതെടുത്ത് അവർ നദിയിലേക്ക് കൊണ്ടെറിഞ്ഞു അത്രേ. നദിയിൽ ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞ അന്ന് രാത്രി ബ്രാഹ്മണർക്ക് സ്വപ്ന ദർശനമുണ്ടായി. ദേവി ആകെ ഇങ്ങനെ കറങ്ങുന്നതായും വലുതായി അവരുടെ ചിന്തകളും അവരുടെ ജീവിതവും ആകെ ഇങ്ങനെ ചുഴിയിൽപ്പെട്ടുഴലുന്നതുമായിട്ടുമൊക്കെയാണ് സ്വപ്നം കണ്ടത്. ഭാരതപ്പുഴയിലും അതുപോലെ തന്നെ ഒരു ചുഴി രൂപപ്പെട്ടു. ദേവിയുടെ വിഗ്രഹം എവിടെയാണോ കൊണ്ട് എറിഞ്ഞത് അവിടെയായിരുന്നു ആ വലിയ ചുഴി രൂപപ്പെട്ടത്. അതാണ് പിന്നീട് കണ്ണനൂർ കയമായി മാറിയത്. ഈ ഒരു കാര്യത്തിൽ മനസ്താപം തോന്നിയ 8 ബ്രാഹ്മണ കുടുംബക്കാർ ദേവിയുടെ വിഗ്രഹം തിരിച്ച് ഇവിടെ കൊണ്ടുവരുവാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ കയത്തിലിറങ്ങി ആ വിഗ്രഹത്തെ തിരിച്ചു കണ്ടുപിടിക്കുകയും ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെ എതിർത്തു ബാക്കിയുള്ള ബ്രാഹ്മണ കുടുംബങ്ങൾ. ദേവിയെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച 8 ബ്രാഹ്മണ കുടുംബങ്ങളല്ലാതെ ബാക്കി എല്ലാവരും പിന്നീട് നാശോന്മുഖമായി പോവുകയും ചെയ്തു. ഏതായാലും അങ്ങനെ 8 ഇല്ലക്കാരുടെ കീഴിലായിരുന്നു പിന്നീട് ക്ഷേത്രം അഭിവൃദ്ധി പ്രാപിച്ചത്. ഇന്നും ഊരകത്തമ്മ നിലകൊള്ളുന്ന ഈ ഒരു വലിയ ശ്രീകോവിലിന് മുന്നിൽ നാം എത്തി നിൽക്കുന്നു. നേരെ പ്രധാന വാതിൽ കടന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം 2 ബലിക്കല്ലുകളുണ്ട്. ഒന്ന് നന്നേ ചെറിയ ബലിക്കല്ലാണ്, പക്ഷേ കാലപ്പഴക്കം കൂടുതൽ ആ ചെറിയ ബലിക്കല്ലിനാണ് എന്ന്. വലിയ ബലിക്കല്ലും ബലിക്കൽപുരയും ഒക്കെ കടന്ന് അകത്തേക്ക് വന്നാൽ നേരെ എത്തുന്നത് ഊരകത്തമ്മ തിരുവടികളുടെ മുന്നിലാണ്. ഊരകത്തമ്മ തിരുവടികൾ ഇവിടെ കണനൂർ ഭഗവതിയാണ്. കണനൂർ ഭഗവതിക്ക് മുന്നിൽ വലിയ നമസ്കാര മണ്ഡപമുണ്ട്. ഈ നമസ്കാര മണ്ഡപത്തിൽ ഏറെ തൂണുകളുമുണ്ട്. 16 തൂണുകൾ അലങ്കരിക്കുന്ന വലിയ നമസ്കാര മണ്ഡപം അതിൻ്റെ പ്രൗഢിയെ വിളിച്ചോതുന്നു. ഒരു കാലത്ത് ഏറെ പ്രൗഢി ഉണ്ടായിരുന്നു ഈ ക്ഷേത്രഭൂമിക്ക് എന്ന് തെളിയിക്കുന്ന രീതിയിൽ കെട്ടുകളും മട്ടുകളും കൊത്തുകളും ഗജരൂപങ്ങളും ദലങ്ങളും ഒക്കെ ഇവിടെ നമുക്ക് കാണാം. ശ്രീകോവിലാകട്ടെ ശ്രീകോവിലിൻ്റെ ചുമരുകളിലാകെ മ്യൂറൽ ചിത്രങ്ങൾ വരച്ചു ചേർത്തിട്ടുണ്ട്. മഹിഷാസുരമർദ്ദിനി ഭാവത്തിൻ്റെ ആ കഥകൾ വിശദമാക്കുന്ന രീതിയിലുള്ള ചുവർച്ചിത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, അതുപോലെ തന്നെ അപൂർവമായ പ്രദോഷ ശിവൻ ഉൾപ്പെടെയുള്ള രൂപങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചെറിയ രേഖകൾ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാനാകും. ക്ഷേത്രത്തിൻ്റെ പഴക്കം വ്യക്തമാക്കുന്ന ശിലകൾ, അതായത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലുകൾ ചേരുന്ന കോണുകളിൽ തള്ളി നിൽക്കുന്ന ശ്രീരൂപങ്ങളും അങ്ങനെയുള്ള വിഗ്രഹരൂപങ്ങളുമൊക്കെ ക്ഷേത്രത്തിൻ്റെ പഴക്കം വ്യക്തമാക്കി തരുന്നുമുണ്ട്. അനുഗ്രഹം ചൊരിയുന്ന ഊരകത്തമ്മ. ഊരകത്തമ്മയെ ഒന്ന് ദർശിക്കുവാൻ ആഗ്രഹിക്കാത്ത മലയാളികളുണ്ടാകുമോ? ഊരകത്തമ്മയെ അവിടെ തൃശ്ശൂർ ജില്ലയിൽ കണ്ട് ദർശിക്കുന്നവർ ഇവിടെ ഇതാ പാലക്കാട് ജില്ലയിലും അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്നറിയുമ്പോൾ തീർച്ചയായും ഈ ഭൂമിയിലേക്ക് ഓടിയെത്തില്ലേ. ധാരാളം ഭക്തരെത്തുന്ന ക്ഷേത്രഭൂമി തന്നെയാണ് ഇത്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. മഹാലക്ഷ്മിയായ ഐശ്വര്യപ്രദായിനിയായ ഊരകത്തമ്മയായ കണ്ണനൂർ ഭഗവതിയെ ദർശിച്ചു കഴിഞ്ഞ് പിന്നീട് ശ്രീകോവിൽ വലം വെച്ച് നാം മഹാവിഷ്ണു ചൈതന്യത്തിന് മുന്നിലെത്തുന്നു. വട്ടശ്രീകോവിൽ, നന്നേ ചെറിയ ശ്രീകോവിൽ. ഈ ശ്രീകോവിലിന് മുന്നിലായി ഒരു നമസ്കാര മണ്ഡപവും കാണാം. ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യമുണ്ടായിരുന്ന ക്ഷേത്രഭൂമി ഇതാണ് കണ്ണനൂർ.
ഇവിടെ വെണ്ണക്കണ്ണനായിട്ടാണ് മഹാവിഷ്ണു സാന്നിധ്യമുള്ളത്. വെണ്ണക്കണ്ണൻ്റെ ഭാവത്തിലിരുന്ന് കണ്ണനായി തന്നെ എല്ലാവർക്കും ദർശനം അരുളുമ്പോൾ ധന്വന്തരി ഭാവം കൂടി ഇവിടുത്തെ മൂർത്തിക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ രോഗമുള്ളവർ വന്ന് വഴിപാടുകൾ നടത്തുകയും ഇവിടുത്തെ പാൽപ്പായസം ഭക്ഷിക്കുന്നതുമൊക്കെ മരുന്നിന് സമാനം, മരുന്ന് സേവയായി തന്നെ കരുതപ്പെടുന്നു. ധന്വന്തരി ഭാവമുള്ള മഹാവിഷ്ണു ചൈതന്യം അത് കണ്ണനൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഒരു ശക്ത സാന്നിധ്യം തന്നെയാണ്. പെരുവനം ഗ്രാമത്തിൽ നിന്ന് വന്ന നമ്പൂതിരിമാർ മേഴത്തൂർ അഗ്നിഹോത്രിയെ അദ്ദേഹത്തിൻ്റെ യാഗത്തിന് ഏറെ സഹായം ചെയ്തിട്ടുണ്ടത്രേ. ഇവിടെ ഇപ്പോൾ ധന്വന്തരി മൂർത്തിയായി മഹാവിഷ്ണു ചൈതന്യം നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ നിർദ്ദേശപ്രകാരം അഷ്ടവൈദ്യന്മാരായി മാറിയ വൈദ്യമഠം വളരെ അടുത്താണ് ഉള്ളത്. അവിടേക്ക് ചികിത്സയ്ക്ക് എത്തുന്നവർക്കും അതല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്ത് ആയുർവേദ ഗ്രാമം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ തൃത്താലയെ മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകതകൾ അവർക്കൊക്കെയും മരുന്ന് സേവ കൊണ്ട് അസുഖം മാറുവാൻ ഒരു കാരണമായി ഇവിടുത്തെ ധന്വന്തരി മൂർത്തി മാറുന്നു എന്ന് വിശേഷിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിലെ വിശ്വാസമാണല്ലോ ഏവരെയും അസുഖങ്ങളിൽ നിന്ന് മുക്തി നൽകിക്കൊണ്ട്, രോഗചിന്തകളിൽ നിന്ന് മുക്തി നൽകിക്കൊണ്ട് പുതിയ ജീവിതത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അതാണ് ഈ മഹാവിഷ്ണു സാന്നിധ്യത്തിന് മുന്നിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്.